അപ്പോൾ ഇന്നൊരു സിമ്പിളായിട്ടുള്ളൊരു ഉച്ചയൂണാണേ. നമ്മളെ വീട്ടിൽ സിമ്പിളായിട്ട് ഉച്ചയൂണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ആദ്യം തന്നെ കുറച്ച് ചോറുണ്ടായിരുന്നു, അത് ആവി കയറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ പരിപ്പ് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കുക്കറിലോട്ട് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളീൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതെല്ലാം കൈയോടെ പൊളിച്ചിട്ട് പിന്നെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഈ പരിപ്പ് കറി കുത്തി മൂപ്പിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കടുക് പൊട്ടിച്ചു, ഉള്ളി ഇട്ടു. അപ്പോൾ അത് നല്ലോണം മൂത്ത് വരുമ്പോഴത്തേക്ക് ഇടിച്ച മുളക് ഇടണം. പിന്നെ അതുപോലെ തന്നെ ഉപ്പ് ഇടണം, മുളക് പൊടി ഇടണം, മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ. എനിക്ക് എപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെ കേട്ടോ വെക്കാറുള്ളത്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെക്കുമ്പോൾ. അതെല്ലാം നല്ലോണം ഒന്ന് മൂക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സിമ്മിലിട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കരിയാണ്ട് നോക്കണം, കരിഞ്ഞ് കഴിഞ്ഞാൽ ബോറായിരിക്കും കേട്ടോ. അങ്ങനെ കരിയാണ്ട് നോക്കണം കേട്ടോ. പിന്നെ ആ പരിപ്പൊക്കെ നല്ലോണം ഒന്ന് തട്ടിക്കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് പിന്നെ ഞാൻ പപ്പടം കാച്ചാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ അതിന് സൈഡായിട്ട് ഞാൻ ഉണക്കക്കൊഴുവ് കേട്ടോ പൊരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഉള്ളി സെയിം പ്രൊസീജിയർ തന്നെയാണ്. വെളിച്ചെണ്ണ ഒഴിക്കുക, ഉള്ളി കുത്തി മൂപ്പിക്കുക, ഇടിച്ച മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ കൊഴുവ് ഒന്ന് സൈഡിലോട്ട് ഇട്ടൊന്ന് മൊരിയിച്ചെടുക്കണം കേട്ടോ. നല്ലോണം മൊരിയണം, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ നല്ലോണം മൊരിയിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഇറക്കി വെച്ചിട്ട് പിന്നെ കുറച്ച് ചമ്മന്തിയും കൂടെ അരക്കാമെന്ന് വിചാരിച്ച് കുറച്ച് കുഞ്ഞുള്ളി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചൊരു ചമ്മന്തിയും കൂടെ അരച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങയും പച്ചമുളകും വാളംപുളിയും കൂടി ഇട്ടിട്ടാട്ടോ ഞാൻ ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നത്. അതെല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം ഞാനിതാ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലത്തെ പാത്രങ്ങളൊന്നും ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിന് ശേഷം ഞാനിതാ തിണ്ണപ്പുറവും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റൗവിൻ്റെ മേളിലൊക്കെ ഒന്ന് തുടക്കാം കേട്ടോ. ഞാനൊന്ന് സോപ്പൊക്കെ ഇട്ടൊന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു. പിന്നെ അടുക്കളയൊക്കെ നല്ലോണം വൃത്തിയാക്കി നീറ്റാക്കി ഇട്ടിട്ട് ഞാനിതാ ഹാളിലോട്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ ഇന്ന് രാവിലത്തെ പണികളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അടിച്ചു വരാനും തുടക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിതാ സോഫ ആദ്യം തട്ടിക്കോടെയാണേ. ഐനൂസ് എന്തൊക്കെ തിന്നിട്ട് അതിൻ്റെ മേളിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ തട്ടിക്കൊടഞ്ഞ് നിലത്തോട്ട് ഇട്ടിട്ട് അതിൻ്റെ അടിയൊക്കെ നല്ലോണം അടിച്ചു വാരി തുടച്ചിട്ടിട്ട് ഞാനും ഐനൂസും കൂടെ പോയി കുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ നല്ല ചണ്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉടനെ തന്നെ കുളിച്ച് കയറിയപ്പോഴാണ് ഒരു ആശ്വാസം കിട്ടിയത്. പിന്നെ ഫാനൊക്കെ ഇട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ ഞാൻ ഉച്ചയൂണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നേ. ഐനൂസും ഞാനും കൂടി കേട്ടോ ഇന്ന് ഫുഡ് കഴിക്കുന്നത്. ഐനൂസിന് ഇങ്ങനെ ചമ്മന്തി പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അവൾ ഹാപ്പിയാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ്